കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ രണ്ടുപേരാണ് അഡ്രിയാൻ ലൂണയും പിന്നീട് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ്. പലപ്പോഴും അഡ്രിയാൻ ലൂണയുടെ ഒരു കാർബൺ കോപ്പിയെ പോലെ സഹൽ പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ അതുപോലെ അഡ്രിയാൻ ലൂണയുടെ ഒരു കാർബൺ കോപ്പിയെ പോലെ സഹൽ അബ്ദുൾ സമദ് കളിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ജംഷഡ്പൂരിനെതിരെ ലൂണ നേടിയൊരു ഗോൾ ഉണ്ടല്ലോ, അതിന്റെ കോപ്പി ഗോള് ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് പഞ്ചാബ് എഫ്സിക്കെതിരെ നേടാൻ സഹൽ അബ്ദുൾ സമദിന് കഴിഞ്ഞു. ഇന്നലത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2 തവണ പഞ്ചാബ് എഫ്സി ലീഡ് എടുത്തിട്ട് പോലും ചാമ്പ്യൻ ക്ലബ്ബ് തങ്ങളാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു. അവസാന നിമിഷം ഗോളടിച്ച് 3-2 എന്നുള്ള സ്കോർ ലൈനിൽ മോഹൻ സ്പോർട്ടിംഗ് ക്ലബ്ബല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് എഫ്സിയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ വളരെ മികച്ച പ്രകടനം നടത്തിയത് പഞ്ചാബ് തന്നെയായിരുന്നു. ബ്രൂണോ റാമിറസിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗോളിൽ കൂടി അവർ ലീഡ് നേടി. ആ ലീഡ് അധിക സമയമൊന്നും നീണ്ടു നിന്നില്ല. ജെമി മെക്ലാരന്റെ മറ്റൊരു കിടിലൻ ഗോളിൽ കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സമനില അടിച്ചു. പക്ഷേ അവിടെ നിർത്താനൊന്നും പഞ്ചാബ് എഫ്സി തീരുമാനിച്ചില്ല. പഞ്ചാബ് എഫ്സി എഫിയോങ്ങിൽ കൂടി വളരെ കിടിലമായിട്ടുള്ള ഒരു ഗോള്, എഫിയോങ്ങിന്റെ ആ ഒരു കണക്ഷൻ വേറെ ലെവലായിരുന്നു കേട്ടോ. അതായത് ഒരു ഡിഫ്ലക്റ്റീവ് ഷോട്ട് പോലെ ആയിരുന്നു എഫിയോങ് അടിച്ച് കയറ്റിയത്. അതായത് പന്ത് വരുന്ന ഫസ്റ്റ് ടൈം ഷോട്ടായിരുന്നു. വോളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ലോ വോളി ഷോട്ട് തന്നെയായിരുന്നു എഫിയോങ് അടിച്ചത്. ആ ഗോള് കയറിയതിനു ശേഷം പഞ്ചാബിന്റെ താരങ്ങളായിരുന്നു കളിക്കളത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചത്. യുവതാരമായിട്ടുള്ള പരംവീറിന്റെ പ്രകടനമൊക്കെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നതാണ്. അത്യാവശ്യം റഫായിട്ട് കളിച്ചെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫ്യൂച്ചർ ഡിഫൻസീവ് യൂണിറ്റിന്റെ തലവനാവാനുള്ള എല്ലാ എബിലിറ്റിയും അണ്ണനുണ്ട് എന്ന് പരംവീർ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. സഹൽ അബ്ദുൾ സമദ് പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ബോക്സിന് പുറത്തു നിന്നും അത്യാവശ്യം വളരെ ദൂരെ നിന്നും ആയിരുന്നു ഒരു ഷോട്ട് സഹൽ എടുത്തത്. മനോഹരമായിട്ട് പന്ത് ഡ്രിബിൾ ചെയ്ത് വളരെ ദൂരെ നിന്നും അളന്നു മുറിച്ച് ഒരു കിഡിലൻ ക്രോസ്, ജംഷഡ്പൂരിനെതിരെ അഡ്രിയാൻ ലൂണ നേടിയ ആ ഒരു ലോങ് റേഞ്ചർ ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു സഹൽ അബ്ദുൾ സമദ് നേടിയത്. അങ്ങനെ മത്സരത്തിലേക്ക് അവർ തിരികെ വന്നു. ഋദ്ധം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൈക്കലാക്കി. അവസാനം ഒരു ഫ്രീ കിക്കിൽ നിന്നും 3ാമത്തെ വിജയ ഗോളും നേടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഏതായാലും സഹൽ അബ്ദുൾ സമദ് അഴിഞ്ഞാടിയ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചിരിക്കുകയാണ്. വിജയത്തിന് ശേഷം മോഹൻ ബഗാന്റെ ആരാധകരുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലബാറെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേറെ കാര്യം. കാരണം ഇത്രയും മനോഹരമായിട്ട് കളിക്കുന്ന സഹലിനെ പോലെ ഒരു താരത്തിനെ ഇത്രയും കാലം ബെഞ്ച് ചെയ്തത് പുള്ളി ചെയ്ത മോശം പ്രവൃത്തിയാണെന്നാണ് ആരോപണം. ഏതായാലും മധ്യനിരയിൽ കളിമെനയാൻ സഹലിനെ പോലെ ഒരു മിഡ്ഫീൽഡർ ഉള്ളപ്പം മോഹൻ ബഗാൻ അത്ര പ്രശ്നമൊന്നും അല്ലടേ കാര്യങ്ങൾ. എന്തുണ്ടായിട്ടെന്ത് കാര്യം? ഈ സഹലായാലും അസറായാലും ഐവനായാലും നമ്മൾ വളർത്തിവിട്ട പിള്ളേരൊക്കെ തന്നെ വിറ്റ് തിന്നാൻ ഒരു മാനേജ്മെന്റ് തയ്യാറെടുക്കുമ്പോൾ നമ്മളുടെ പ്രതിഭകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഗോളടിച്ച് കൂട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ നിറകണ്ണുകളോടെ കണ്ടുകൊണ്ടിരിക്കണം. അതാണ് അനിവാര്യമായ വിധി.